അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണ് അമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ല യേശു. ഞങ്ങളുടെ ദാസനെ സമാധാനം, എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകള്, നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങള്, സംസാരിക്കുന്ന വ്യക്തികള്, ഒപ്പിടുന്ന പേപ്പറുകള്, എഴുതുന്ന രേഖകള്, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, അവരെ നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭീഷണിപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുകയെ വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെയും മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വര
എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചിലരെന്നോട് ചോദിക്കുകയെ, അച്ഛാ ഞാൻ വെള്ളം അടിക്കാനും പോണില്ല, ഒരു തോന്നിയ പോണില്ല, പക്ഷേ എനിക്ക് കരൾ രോഗമാണ്, അത് ഏത് പാവത്തിൻ്റെ ശിക്ഷയാണ്? ഇങ്ങനെയൊക്കെ ആൾക്കാർ വളരെ അടുപ്പമുള്ളവർ ഒക്കെ രോഗങ്ങൾ വരുമ്പോൾ എന്നോട് പണ്ട് ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ് തരും. ഇപ്പം അതിന് വീഡിയോ ഒക്കെ ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ. കാരണം മദ്യപിക്കാത്തവർക്ക് എന്തുകൊണ്ടാണ് കരൾ രോഗം വരുന്നതെന്ന് ഡോക്ടേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടല്ലോ. എൻ്റെ വിഷയം അതല്ല. ശരിക്കും നമ്മൾ ഈ വേദ രോഗങ്ങൾ പോലെ തന്നെ നമ്മൾ ചെയ്യാത്ത ചില കുറ്റങ്ങൾ, ചിലർ വന്നിട്ട് എന്നെ പറയാം, പോസ്കോ കേസൊക്കെ ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്നില്ലേ പോസ്കോ കേസിനെ കുറിച്ച്. പോസ്കോയുടെ ഈ ഇരയുടെ കംപ്ലൈൻറ്റ് മാത്രം പോരാ, അല്ലെങ്കിൽ അത് അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വളരെ വ്യക്തമായ തെളിവായിട്ട് മജിസ്ട്രേറ്റിന് ബോധ്യപ്പെടണം. അല്ലാത്ത പക്ഷം തെളിവുകൾ ഹാജരാക്കാൻ. അപ്പോൾ തെളിവുകൾ ഹാജരാക്കണമെന്നുള്ളത് പണ്ട് നേരത്തെ ഇന്നേ വരെ ഇല്ലായിരുന്നു. ഇപ്പോൾ പുതിയ സുപ്രീം കോടതിയുടെ പുതിയ നിരീക്ഷണമാണ് തെളിവുകൾ ഹാജരാക്കണമെന്ന്. അപ്പോൾ ചിലരിങ്ങനെ കള്ളക്കേസിൽ പെടുത്തി, ഇപ്പം അമ്മായി അപ്പനെയൊക്കെ പോസ്കോ കേസിൽ പെടുത്തി കഴിഞ്ഞു. അത് മരുമക്കൾ ചെയ്യേണ്ട പരിപാടിയാണ്. അവർ അങ്ങനെയുള്ളവർ വന്ന് എന്നോട് ചോദിക്കും, ഞാനൊരു തെറ്റ് ചെയ്തില്ല അച്ഛാ, എന്ത് പങ്കപ്പാടാണിതെന്ന്. അപ്പോൾ ഇങ്ങനെ നമ്മൾ തെറ്റ് ചെയ്യാതെ കുറേ ആരോപണങ്ങളും കുറേ പങ്കപ്പാടുകളും ഒക്കെ ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വരും. ഈ നല്ല വിശ്വാസികളാണെങ്കിൽ ഈശോ എന്താ പറഞ്ഞത്? വ്യാജമായി എന്തെങ്കിലും ഒരു ആരോപണം വരുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? അപ്പോൾ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്കുവിൻ. ആ വചനം എടുത്തേ. മത്തായി 5:11-12. മത്തായി 5:11-12. എന്നെ പ്രതി മനുഷ്യർ വേജ ആരോപണങ്ങള്, വേജമായിട്ടുള്ള നമുക്കുണ്ടാകുന്ന ഇപ്പം നമ്മൾ ചെയ്യാത്ത ദുശ്ശീലങ്ങൾക്ക് നമുക്ക് ദുശ്ശീലം ചെയ്ത ആൾക്കാരുടെ രോഗം തന്നെ ചില ആൾക്കാർക്ക് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ഐഡിയയില്ല ഇതെന്ത് എങ്ങനെ വൃത്തിഞ്ഞായിട്ട് ജീവിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ചിന്തിക്കുകയവരോട്. അപ്പം എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയണവർ ചോദിക്കുന്നവരുണ്ട്. എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത്? മറ്റുള്ളവർക്ക് അങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലാവുക അങ്ങനെയായിട്ട് ആയതുകൊണ്ടാണ്. ഞാനെന്താ ഇങ്ങനെ സ്വയം വിസ്തരിക്കുന്ന ആൾക്കാരുമുണ്ട്, അതിന് പരോക്ഷമായി ദൈവത്തെയും വിസ്തരിക്കുന്നവരുണ്ട്. നമുക്കൊരു ആധ്യാത്മിക ജീവിതം ദൈവത്തെ ഒരു വിസ്താരത്തിൽ വികസിപ്പിക്കാൻ പറ്റത്തില്ല. ഈശോ എന്നാ ചെയ്യണത്? ഈ എനർജി കൺവേർട്ട് ചെയ്യണമെന്നാണ് ഈശോ പറഞ്ഞത്. അതാണ് അതിനടുത്ത് 5:11 മത്തായി. എന്നെ പ്രതി അത് ഈശോനെ പ്രതിയാക്കണം. നമ്മളെ പ്രതി വന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഈശോനെ പ്രതിയാക്കണം. മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ. നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ. സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. അപ്പോൾ ഈ സ്വർഗത്തിലെ പ്രതിഫലം വലുതായിട്ട് നമ്മൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ വ്യാജാരോപണങ്ങൾ ഉണ്ടാവും. അതായത് ആദ്യം ഉണ്ടാകണത് വ്യാജാരോപണങ്ങളല്ല. ആദ്യം ഉണ്ടാകണത് നിങ്ങൾ ദൈവത്തിന് വിശ്വാസമായത് കാരണം നിങ്ങളുടെ പ്രതിഫലം നിശ്ചയിക്കും ദൈവം. ആ പ്രതിഫലം നിശ്ചയിക്കുമ്പോഴായിരിക്കും നമുക്ക് എക്സ്ട്രാ റെമിറ്റൻസ് കൊടുക്കേണ്ടി വരണത്. എക്സ്ട്രാ റെമിറ്റൻസ് എന്ന് പറഞ്ഞാൽ സ്വാഭാവിക സഹനങ്ങളിലൂടെ കിട്ടത്തില്ല, അസ്വാഭാവിക സഹനങ്ങളിലൂടെ കിട്ടത്തുള്ളൂ. ഈ അസ്വാഭാവിക സഹനങ്ങൾ വരണത് നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് ആരോപണം കേൾക്കുമ്പോഴാണ്. പക്ഷേ അത് നമ്മൾ ക്രിസ്തുവിൻ്റെ പേരിലാക്കിയെടുത്താൽ മാത്രമേ അത് കൃപയായി കൺവേർട്ട് ചെയ്തിട്ട് ഈ സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും എന്ന് പറഞ്ഞാൽ ആ വലിയ പ്രതിഫലത്തിന് റെമിറ്റൻസ് കൊടുത്തിട്ട് അത് നമുക്ക് കർത്താവ് നമ്മുടെ പേരിലാകത്തുള്ളൂ. അതെന്താ ചോദിച്ചാൽ നമ്മൾ ഇപ്പം ഇത്രയും ഞാൻ പറഞ്ഞൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങൾക്കൊരു ആരോപണം വരുന്നു, ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ നിങ്ങൾ ചെയ്യാത്ത ശീലത്തിന് നിങ്ങൾക്ക് രോഗം വരുന്നു, ഇതെല്ലാം വേജങ്ങളാണ്. വേജമായ എല്ലാത്തരം എന്ന് പറയുമ്പോൾ എന്ത് തരമായാലും
വ്യാജമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യണം? അത് നിങ്ങൾ എന്നെ പ്രതി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പ്രതിയാക്കി കളയണം. നിങ്ങളെ പ്രതി ആകുമ്പോഴാണ് നിങ്ങൾ ക്ഷോഭിക്കണത്, നിങ്ങളെ പ്രതി അല്ലത്. ഇപ്പം കൃപാസനത്തിനെതിരെ 200 പേര് ഒരു ചേട്ടായി ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് എടുത്ത്, ഒരു മന്ത്രി, ജീവിച്ചിരുന്ന മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്തിട്ട് കൃപാസനത്തിനെതിരെ അതിലൂടെ ഒരു ആരോപണം ഇട്ട്. അപ്പോൾ അതെല്ലാവരും കയറ്റിപ്പിടിച്ച് അത് വലിയ സമരമായി. ഇവിടെ 200 പേരുടെ ഒരു രാഷ്ട്രീയ സമരം കൊണ്ടായിരുന്നു. ഇത്രയും വലിയ കൃപാസന ചുറ്റും കത്തുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ ആ അഖണ്ഡ ജപാലം ചെല്ലിക്ക് അവിടെ ഇരിക്കും. അതിൻ്റെ കാര്യം എന്താണ്? ഈ ആരോപണങ്ങളെല്ലാം ക്രിസ്തുവിൻ്റെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്ത് കൊടുക്കും. ഈശോ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വ്യാജമായി എന്തെങ്കിലും വന്നാൽ ഉടനെ നിങ്ങൾ എൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന്. പക്ഷെ അതെപ്പോഴും ഓർത്തേക്കണം മക്കൾ. അല്ല, ചെയ്യാത്ത കുറ്റത്തിൽ നമ്മൾ തെറ്റ്. ഇപ്പോൾ ചെയ്യാത്ത കുറ്റത്തിൽ നമ്മൾ ഈ ഭൂമി അങ്ങനെയാണ്, ഈശോയെ പോലും വെറുതെ വിടാഞ്ഞൊരു ഭൂമിയാണെന്ന് ഓർക്കണം. നമ്മൾ എപ്പോഴും ഓർക്കണം അത്. ഈശോയുടെ പേരുള്ള എല്ലാ വ്യാജ ആരോപണങ്ങളിലായിരുന്നോ, അത് ഈശോ നമ്മളെ പ്രതിയാണ് അത് ഏറ്റെടുത്തത്. അപ്പം നമുക്കുണ്ടാകുന്ന വ്യാജ ആരോപണങ്ങൾ ഈശോയെ പ്രതി ഏറ്റെടുത്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? സ്വർഗത്ത് നിങ്ങൾക്ക് പ്രതിഫലം വലുതായിരിക്കും. ഞാൻ തിരിച്ചു പറയുകയാണ്, നമ്മളുടെ പ്രതിഫലം, നമ്മൾ വലിയ പ്രതിഫലം നമുക്ക് വേണ്ടി ദൈവം നിശ്ചയിച്ച് കഴിയുമ്പോഴാണ് നമ്മളോട് എക്സ്ട്രാ എമൗണ്ട് അടക്കാൻ പറയണത്. അതാണ് ഈ വ്യാജ ആരോപണങ്ങൾ. എൻ്റെ പേര് സുനിത. ഞാൻ കുറുപ്പമ്പടിയിൽ നിന്ന് വരുന്നു, പെരുമ്പാവൂരിനടുത്ത്. ഇതെൻ്റെ ഹസ്ബൻഡ് സതീഷ്. ഞങ്ങളൊരു ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാരാണ്. പക്ഷേ എനിക്ക് ഈശോയും മാതാവിനെയൊക്കെ ഞാൻ പഠിക്കുന്ന കാലം മുതലേ എനിക്കറിയാം. ഞാനൊരു ഒപ്റ്റോമെട്രിസ്റ്റാണ്. ഞാൻ LF-ലാണ് പഠിച്ചത്. അങ്ങനെ എനിക്ക് മാതാവിനെയും ജപമാലയൊക്കെ ചൊല്ലാനായിട്ട് അറിയായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് 2022 മാർച്ച് 27-ാം തീയതിയായിരുന്നു. ഉടമ്പടി എടുക്കാനുണ്ടായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡിന് ഷുഗർ ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട്. പിന്നെ അതിനുശേഷം കിഡ്നിക്ക് കംപ്ലൈൻ്റ് ആയി തുടങ്ങിയായിരുന്നു. അപ്പോൾ ലങ്സിൽ വെള്ളം കെട്ടുന്ന ഒരു അസുഖമായിട്ട് ICUയിൽ അഡ്മിറ്റ് ആവുകയും പിന്നെ അതിനെ തുടർന്ന് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഒക്കെ ആയിട്ട് ഞങ്ങൾ കോലഞ്ചേരിയിൽ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. അങ്ങനെ ആ ഒരു വർഷമെല്ലാം 2021 മുഴുവനും തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ആയിരുന്നു. അതിനുശേഷം ക്രിയാറ്റിൻ കൂടുതലാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുമായിരിക്കുമെന്ന്. അപ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ പേടി തോന്നാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഒരു ബ്രദറിനും പിന്നെ ഒരു സിസ്റ്ററിനും ഇതേപോലെ തന്നെ കിഡ്നിക്ക് കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം അസുഖം തുടങ്ങിക്കഴിഞ്ഞിട്ട് 1 വർഷത്തിനകം തന്നെ അവർ മരിച്ചുപോയി. അപ്പോൾ അവരിപ്പോൾ മരിച്ചിട്ട് 4 വർഷവും 5 വർഷം ആകുന്നു. അപ്പോൾ ഒരാളുടേത്, ബ്രദറിൻ്റേത് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്തായിരുന്നു ആസ്റ്റർ മെഡിസിറ്റിയിൽ. എന്നിട്ടും ആൾ 1 മാസത്തിൽ കൂടുതൽ ജീവിച്ചില്ലായിരുന്നു. അപ്പോൾ ഈ അവർക്കെല്ലാം 50 വയസ്സൊക്കെ പ്രായം, 54 വയസ്സ് 57 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് അപ്പോൾ 48 വയസ്സേ ഉള്ളൂ. എനിക്ക് 2 പെൺകുട്ടികളാണ്. അപ്പോൾ എനിക്കതുകൊണ്ട് ഒരുപാട് പേടിയായിരുന്നു. എൻ്റെ വീട്ടിലാണെങ്കിൽ എനിക്ക് ബ്രദേഴ്സും അങ്ങനെ ആരുമില്ല, എനിക്കൊരു അനിയത്തി മാത്രമാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. എല്ലാം എൻ്റെ ഹസ്ബൻഡായിരുന്നു വീട്ടിലെല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന ആളൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ വേറെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. കൊറോണ കഴിഞ്ഞപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നില്ലായിരുന്നു. അപ്പം പിന്നീട് ആൾക്ക് അസുഖം കൂടുതലായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ ആ ഷോപ്പ് നിർത്തേണ്ടി വന്നു. അടച്ചിട്ട് ഞങ്ങൾക്ക് റെൻറ്റ് കൊടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പിന്നെ അത് നിർത്തി. ആൾക്ക് പിന്നെ ശാരീരികമായി വയ്യായികളെല്ലാം ആയി. ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്കും ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്ത് അതിന് മുമ്പേ തന്നെ ഞങ്ങൾ ഫിസ്റ്റിലൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു കയ്യിൽ. അപ്പോൾ പക്ഷേ അത് ഫസ്റ്റ് ഡേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അത് ബ്ലോക്കായിപ്പോയി. അങ്ങനെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു എമർജൻസി ആയിട്ട് അത് കഴുത്തിലേക്ക് ഇടണം എന്നാൽ മാത്രമേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ കഴുത്തിലേക്ക് ആക്കി ആ ഫിസ്റ്റുല. പക്ഷേ അപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്താലും അതൊരു 3-3.5 മാസത്തിൽ കൂടുതൽ അത് അങ്ങനെ വെക്കാൻ പറ്റില്ല. പെർമനൻ്റ് ആയിട്ട് കയ്യിൽ വീണ്ടും സർജറി ചെയ്ത് ഫിസ്റ്റുല ചെയ്ത് വെക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അത് അവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ലൂർദിൽ പോയിട്ട് വാസ്കുലർ സർജനെ തന്നെ കാണിക്കണം എന്ന് പറഞ്ഞു. ഒരു ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ചേട്ടൻ്റെ ഞരമ്പുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്തതിന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ ചെയ്യാനുള്ളൊരു ആരോഗ്യസ്ഥിതിയിലല്ല, അതുകൊണ്ട് 2 സർജറി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു 1 മാസത്തെ ഗ്യാപ്പിൽ. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേനും ആദ്യത്തെ സർജറി കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നു. അപ്പോഴത്തേക്കും പിന്നെ ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൂടി വന്നു. ആ സമയത്ത്
പിന്നെ അടുത്ത സർജറിക്ക് പോകാൻ ഒരു മാസത്തെ ഗ്യാപ്പ് വന്നു. അപ്പോഴത്തേക്കും മോളുടെ എക്സാം 10th എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് CBSE. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി വീണ്ടും അഡ്മിറ്റ് ആവാൻ ഇതിനൊന്നും പറ്റുന്നില്ലായിരുന്നു. ആ ഒരു വർഷം മുഴുവനും മോള് ചേട്ടന്മാരുടെ വീടുകളിലും പിന്നെ ഓൺലൈൻ ക്ലാസ്സും അങ്ങനെയൊക്കെ ഞങ്ങൾ കൂടെ നിൽക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മാനസികമായി ഒരുപാട് ബുദ്ധിമുട്ട് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ചേട്ടൻ രണ്ടാമത്തെ സർജറി ചെയ്യാൻ പിന്നെയും കുറച്ച് ലേറ്റായി. അത് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ സ്റ്റിച്ച് എടുക്കാനാണെങ്കിൽ 34 സ്റ്റിച്ചായിരുന്നു. അപ്പോൾ അത് എടുക്കണമെങ്കിൽ പകുതിയായിട്ട് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും ഗ്യാപ്പ് വന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും ഈ കഴുത്തിലിട്ടിരുന്ന ഫിസ്റ്റുലയുടെ സമയം കഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ആൾക്ക് ഷിവറിങ്ങും പനിയും ഛർദിയെല്ലാം കൂടെ ആയി. അങ്ങനെ ഇൻഫെക്ഷനായി. അപ്പോൾ അപ്പോഴും മോൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്ത് 2 സബ്ജക്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നീട് ഡയാലിസിസിന് വേണ്ടിയിട്ട് കോലഞ്ചേരിയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഡോക്ടർ പറഞ്ഞോട് അഡ്മിറ്റ് ആവണമെന്ന്. പക്ഷേ അഡ്മിറ്റ് ആവാതെ വീട്ടിലേക്ക് തിരിച്ചു പോന്നായിരുന്നു. ഡയാലിസിസിന് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇളയ ബ്രദറായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആളുടെ സൗകര്യം അനുസരിച്ച് രാത്രിയിലായിരുന്നു കൊണ്ടുപോകുന്നത്. തിരിച്ചു വരുന്നത് ഒരു 3:30-4:30 സമയമൊക്കെ ആകുമ്പോഴായിരിക്കും തിരിച്ചു വരുന്നത് വെളുപ്പിന്. പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്കും ഇതിനിടയ്ക്ക് പറയേണ്ടിയിരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ചേട്ടൻ്റെ ഷോപ്പ് അടച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേറെ വരുമാന മാർഗ്ഗമൊന്നും ഇല്ലാതായി. എനിക്കൊരു ജോലിക്ക് കയറണമെങ്കിൽ എനിക്ക് 40 വയസ്സ് കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്കൊരു ജോലി കിട്ടാനൊരു ബുദ്ധിമുട്ട്. ഞാൻ ഒരുപാട് അപ്ലൈ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ പോകേണ്ടത് അഡ്മിറ്റായി ഒക്കെ വരുന്നത് കൊണ്ട് എനിക്കൊരു ജോലി കിട്ടാൻ വളരെയധികം പ്രയാസമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടായ ആ ഒരു സമയത്ത് ഞങ്ങളുടെ കയ്യിലെ പൈസ എല്ലാം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ എൻ്റെ പ്രൊഫഷനിലോട്ട് മാറി ഞാനൊരു ഒപ്റ്റിക്കൽസ് തുടങ്ങാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങളൊരു കണ്ണടക്കട കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ തുടങ്ങുകയാണ്. ഞങ്ങളുടെ വീട് പെരുമ്പാവൂർ വന്നിട്ട് പിന്നെ വേണം കാലടിക്ക് പോകാനായിട്ട്. അവിടെ ഞങ്ങളൊരു ബന്ധുവിൻ്റെ റൂമിൽ ഞങ്ങൾ ഷോപ്പ് തുടങ്ങിയാണ് ഞങ്ങളുടെ കയ്യിലുള്ള അവസാനത്തേതെല്ലാം വെച്ചിട്ട്. അപ്പോൾ അങ്ങനെ പക്ഷേ അത് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ചേട്ടനെ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആവുക, ICU, അങ്ങനെ ഞങ്ങൾ ഒരുപാട് പ്രതിസന്ധിയിലായി. അപ്പോൾ എനിക്ക് ആ ഷോപ്പ് നോക്കാനും പറ്റുന്നില്ല. നമ്മൾ കയ്യിൽ നിന്ന് കാശ് എടുത്ത് ആ ബിസിനസ് നടത്തിക്കൊണ്ട് പോകേണ്ട അവസ്ഥയായി. കസ്റ്റമേഴ്സ് ഇല്ല, നമുക്ക് റെഗുലറായിട്ട് ഓപ്പൺ ചെയ്യാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനേ പറ്റുന്നില്ല. അപ്പോഴത്തേക്കും ചേട്ടൻ്റെ അസുഖം കൂടി വന്നു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ICUലാക്കി. അപ്പോൾ അവർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഡയാലിസിസ് അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ നമുക്ക് 2-3 ദിവസം ചെയ്യാം, അപ്പോൾ ഇൻഫെക്ഷൻ കുറയുമായിരിക്കുന്നു. പക്ഷേ മരുന്നുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞാലും 3 ദിവസത്തേക്ക് ഒരു മരുന്നിനോടും പ്രതികരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചേഞ്ചും വരുന്നില്ല. ഷുഗറും കൂടുതൽ, അതിനിടയിൽ പ്രഷറും ഉണ്ടായിരുന്നു. പിന്നെ ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ബോഡി മുഴുവൻ സ്പ്രെഡ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾക്ക് തനിയെ എഴുന്നേറ്റ് നിൽക്കാനോ സംസാരിക്കാനോ ഒന്നും ചെയ്യാൻ വയ്യായിരുന്നു. ഫുഡ് കഴിക്കുന്നില്ല, ഭയങ്കര ഓക്കാനം, ഛർദി വരുന്നു, മേല് മുഴുവനും ഭയങ്കര നീര്. അപ്പോൾ ആഴ്ചയിൽ 2 ദിവസമായിരുന്നു ഡയാലിസിസ് ചെയ്തുകൊണ്ടിരുന്നത്. ശരിക്കും ആൾക്ക് 3 ഡയാലിസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഞങ്ങളെക്കൊണ്ട് സാമ്പത്തികമായി അത് പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ആയി ഇരുന്ന സമയത്ത് അതിൻ്റെ ഇടയിലാണ് ഞാൻ മാർച്ചിൽ ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുത്തു പോയത്. അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്കൊരു ധൈര്യമൊക്കെ വന്നായിരുന്നു. എന്തായാലും മാതാവ് കാത്തോളും എന്നൊരു വിശ്വാസം വന്ന് ഞാനും പിള്ളേരും ചേട്ടൻ്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾ ഇടതടവില്ലാതെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയും ബൈബിൾ വായിക്കും. പിന്നെ ധ്യാനത്തിൽ അച്ഛൻ പറയുന്ന വചനങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ട് അത് ഞങ്ങൾ ബൈബിളിൽ നിന്ന് എടുത്ത് ഭിത്തിയിലെല്ലാം ഒട്ടിച്ച് വെച്ച് ഞങ്ങൾ അത് പ്രാർത്ഥിക്കും. അങ്ങനെ ചേട്ടനാണെങ്കിൽ രാത്രി ഉറക്കമില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. അപ്പോൾ വീട്ടിലെല്ലാവരും ഈ ബ്രദറും സിസ്റ്ററും മരിച്ചു പോയിട്ടുള്ളത് കൊണ്ട് അവർക്കൊക്കെ പേടിയായിട്ടുണ്ട്. അവർ ഈ സ്ഥിതിയെല്ലാം കണ്ടപ്പോൾ ഈ ഇളയ ബ്രദറാണ് ഞങ്ങളോട് കൂടുതൽ എല്ലാ കാര്യത്തിനും വന്നിടപെട്ടുകൊണ്ടിരുന്നത്, ഇളയ പെങ്ങളും. അപ്പോൾ ഇവർ ബാക്കിയുള്ള ബന്ധുക്കളെല്ലാം വിളിച്ചു പറഞ്ഞു, ഇനി നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങളെ അറിയിക്കാനുള്ളവരെയൊക്കെ അറിയിച്ചോ, ഞങ്ങളെ കൊണ്ട് പറ്റുന്നവരെയൊക്കെ ഞങ്ങളും അറിയിക്കാം എന്ന് പറഞ്ഞ് അവരെല്ലാവരെയും അറിയിച്ച് എല്ലാവരും വീട്ടിൽ മോളുടെ എക്സാം നടന്നുകൊണ്ടിരിക്കണം. ആ സമയത്ത് എല്ലാവരും വീട്ടിൽ വരികയും പോവുകയും രാത്രിയും പകലും ഒക്കെ. അപ്പം ഞങ്ങൾ ശരിക്കും പറഞ്ഞ് ഞാനും പിള്ളേരും പേടിച്ചു പോയി. ഞങ്ങളെ വിട്ടു പോവുകയാണോ എന്നുള്ളൊരു ഇതിലായി ഞങ്ങൾ. കാരണം ചേട്ടനെ കാണുമ്പോൾ പ്രത്യേകിച്ച് നമുക്ക് ഇനി ഒരു ഹോപ്പും ഇല്ലാത്ത പോലെയാണ്. അവരെയും കുറ്റം പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത കാര്യമൊന്നും അവർക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചേട്ടനാണെങ്കിൽ ഇങ്ങനെ അധികം വിശ്വാസമൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ കാശുരൂപം ഒരു ചരടിൽ കെട്ടിയിട്ട് കഴുത്തിലിട്ട് കൊടുത്തു. ചേട്ടന് വിശ്വാസമുണ്ട്, മാതാവ് കാത്തോളം, ഇത് വരും, കഴുത്തിലിട്ടാൽ ഒന്നും സംഭവിക്കില്ല, പേടിക്കണ്ടെന്ന് പറഞ്ഞാണ് ഞാൻ കാലടിയിൽ ഷോപ്പിൽ ഇടയ്ക്കാണെങ്കിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ആയപ്പോഴത്തേനും ഞങ്ങൾക്ക് ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലായി. പിന്നെ ചേട്ടൻ്റെ ട്രീറ്റ്മെൻറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഈ നേർച്ച വസ്തുക്കളെല്ലാം ഉപയോഗിച്ച് കുറച്ചൊരു
കുറച്ചൊരു വ്യത്യാസങ്ങളൊക്കെ വന്നു തുടങ്ങി. പിന്നെ മരുന്നിനോട് പ്രതികരിച്ചു തുടങ്ങി. പിന്നെ അങ്ങനെ ആൻറ്റിബയോട്ടിക് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വീട്ടിലോട്ട് വന്നു. പക്ഷേ വീട്ടിലോട്ട് വന്നാലും ആളുകൾ ഇങ്ങനെ കാണാൻ വന്നു പോക്കൊക്കെ ആയിരുന്നു. ചേട്ടന് വീടിന് പുറത്തോട്ടിറങ്ങുന്ന അങ്ങനെയൊന്നും ചെയ്യുന്നില്ലായിരുന്നു. പിന്നെ ആയപ്പോഴത്തേക്കും എന്നെ വല്ലാതെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മാനേജ് ചെയ്ത് പോകാനായിട്ട് സാമ്പത്തികമായി ഭയങ്കര ബുദ്ധിമുട്ട്, കയ്യിലിനി ഒന്നുമില്ല. ഞങ്ങൾ ആരോടും ഇതിനെപ്പറ്റിയൊന്നും പറയുന്നുമില്ലായിരുന്നു. കാര്യം ആൾക്ക് ഇവർ 9 മക്കളാണ്. ആണുങ്ങളെ ഏറ്റവും ഇളയ ആളാണ്, പിന്നെ താഴെ ഒരു പെങ്ങളാണ്. പക്ഷേ അവരാരും ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, ഞങ്ങളുടെ ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്, ഞങ്ങളുടെ വീട്ടിൽ സത്യം പറഞ്ഞ് ഞങ്ങൾക്ക് പിന്നീട് ഞങ്ങളുടെ അടുക്കളയിൽ നിന്നും ഒരു സാധനങ്ങളുമില്ല. പക്ഷെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. ഞാനപ്പോൾ ഓരോ ഫിലിപ്പിയർ 4:19 പറയുന്ന ആ വചനം, അത് ഞാനിങ്ങനെ ഒരുപാട് ദൈവം തന്നെ മഹത്വത്തിൻ്റെ സമ്മർദ്ദം നിനക്ക് ആവശ്യമുള്ളതെല്ലാം യേശുക്രിസ്തു വഴി തരും. ആ വചനം തന്നെ ഞങ്ങൾ ഒരുപാട് തവണ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോടും പറഞ്ഞു, ഇത് തന്നെ നിങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം, അപ്പോൾ ബാക്കിയെല്ലാം ദൈവം നോക്കിക്കോളും, നമ്മൾ ഉടമ്പടി എടുത്താലേന്ന്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തു എന്ന് പറഞ്ഞാലും എനിക്ക് ഈ അവസ്ഥകളൊക്കെ കാരണം കൊണ്ട്, അതിൻ്റെ ഫ്രസ്ട്രേഷൻ എല്ലാതും കൊണ്ട് എനിക്ക് ഞങ്ങളുടെ തൊട്ട് ചേർന്നുള്ള ബന്ധുക്കളോടൊക്കെ എനിക്ക് കുറച്ച് മാനസികമായി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അവരും അന്വേഷിക്കുന്നില്ലോ പറയുന്നില്ലോ എന്നൊക്കെ ഓർത്തിട്ട്. കാരണം എൻ്റെ ഹസ്ബൻഡ് അതുപോലെ കുടുംബത്തിനെ സ്നേഹിച്ചൊരു ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു. ആരും വരി അന്വേഷിക്കുകയൊന്നും ചെയ്യുന്നില്ലല്ലോ എന്ന് കരുതി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് ഹസ്ബൻഡിനെ തന്നെ നോക്കി തീർക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാനോ ബാക്കി ഒന്നും, ഉടമ്പടി എടുത്തു, പ്രാർത്ഥന ചൊല്ലുന്നു, രാവും പകലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. 5:30 3 മണിക്ക് എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ കടയിൽ പോയാലും എന്നെ മാതാവ് അവിടെ ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരുന്നില്ല. ആ ഒരു വർഷക്കാലം മുഴുവനും ബൈബിൾ വായിക്കാനും ഇവിടുത്തെ പഴയ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും കേൾക്കാനും അത് പ്രാർത്ഥന തന്നെയായിരുന്നു. ആ 2022 മുഴുവനും ഞങ്ങൾ അങ്ങനെയാണ് കടന്നുപോയത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതി വന്നപ്പോൾ ഈ ഷോപ്പ് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒന്ന് തലയിൽ നിന്ന് ഒഴിവായാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലോട്ടായി. പക്ഷെ ഞങ്ങളത് കൊടുക്കാൻ നോക്കിയപ്പോൾ ആരും തന്നെ അത് ഒരു ന്യായമായ എമൗണ്ടിന് എടുക്കാനായിട്ട് വരുന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, ഇനി അത് പോയി കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഒരുപാട് നഷ്ടമായിരിക്കും, അതിൻ്റെ ബാധ്യതകളും തീർക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഞാൻ ഇവിടെ വന്ന് കട തുറക്കാതെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. പക്ഷേ എനിക്ക് ഇങ്ങനെ രേഖകളൊന്നും കാണിക്കാനില്ലാത്തതുകൊണ്ട് അച്ഛനെ കാണാനൊന്നും പറ്റിയില്ല. ഞാൻ ഇവിടെ വന്ന് കടയുടെ താക്കോല് ഇവിടെ ഈ സ്റ്റേജിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കിനി ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും? ഹസ്ബൻഡാണ് ഡയാലിസിസ് ആണ്, 2 കുട്ടികളുണ്ട്, ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും? കടയുടെ വാടക കൊടുക്കുന്ന ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. ഞാൻ എന്നാ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരുപാട് പൊട്ടിക്കറിഞ്ഞ് ഒരുപാട് കൊന്തയൊക്കെ എത്തിച്ച് ഞാൻ വൈകിട്ടാകുമ്പോഴത്തേക്കും ഇവിടെ നിന്ന് തിരിച്ചു പോകും, വീട്ടിലെത്തുമ്പോഴത്തേക്കും രാത്രിയാകും. അപ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് 20 വർഷം മുമ്പ് ഞാൻ എൻ്റെ പഠനം അവസാനിപ്പിച്ചിരുന്ന സമയത്ത് എൻ്റെ കൂടെ പഠിച്ചിരുന്ന ആ ഫ്രണ്ട്സ് അവരെ എൻ്റെ ഈ മാതാവിൻ്റെ അത്ഭുതത്താൽ തന്നെ അവരെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. അവരെ എന്നെ അന്വേഷിച്ച് വരാൻ ഇടവരുത്തി. അങ്ങനെ അവർ എൻ്റെ അവസ്ഥയെല്ലാം അറിഞ്ഞിട്ട് ആ ഷോപ്പ് നടത്തിക്കൊണ്ട് പോകാനുള്ള റെൻ്റെല്ലാം അവർ തന്നെ സെറ്റിൽ ചെയ്ത് തരുമായിരുന്നു. പക്ഷേ ഞാൻ 4-5 മാസം മുന്നോട്ട് പോയപ്പോൾ എനിക്ക് മനസ്സിലായി അവരും കഷ്ടപ്പെട്ടുണ്ടാകുന്ന പൈസയാണ്, അത് ഞാൻ ഇവിടെ വന്ന് പരീക്ഷിച്ചത് കളയാനായിട്ട് എനിക്ക് ഒട്ടും തയ്യാറല്ലായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിച്ചാൽ മതി, ഞാൻ വെറുതെ അതിന് വേണ്ടി കഷ്ടപ്പെടുവാണ്, എനിക്ക് വീട് നോക്കാനും പറ്റുന്നില്ല, പിള്ളേരെ നോക്കാനോ ചേട്ടൻ്റെ കാര്യം ഒന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, അവിടെ പോയിട്ട് ഒരു പ്രയോജനമില്ല, ഞാൻ എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാനത് നിർത്താമെന്നുള്ള ഒരു തീരുമാനത്തിലോട്ടായി. അപ്പോഴത്തേക്കും ചേട്ടൻ കുറച്ചുകൂടി ബെറ്ററായി വന്നു. ഞാൻ രണ്ടാമതും വന്ന് ഉടമ്പടി പുതുക്കി. അപ്പോഴത്തേക്കും ചേട്ടൻ കുറച്ചുകൂടെ ബെറ്ററായി, പുറത്തോട്ട് ഒക്കെ പോകാനായിട്ട് തുടങ്ങി. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകാനൊക്കെ കുറച്ചുകൂടെ ഒരു ആരോഗ്യസ്ഥിതി കൈവന്നു. അപ്പോൾ ഒരു ദിവസം ഈ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ തന്നെ ചേട്ടൻ തന്നെ, ആരും നിർബന്ധിച്ചിട്ടല്ല, പത്രമൊക്കെ എടുത്തു കൊണ്ടുപോയി കവലയിലൊക്കെ കൊണ്ടുപോയി ഓരോ കടയിലും ആളുകൾക്കൊക്കെ വിതരണം ചെയ്യാനായിട്ട് തുടങ്ങി. നേരത്തെയൊക്കെ കൊണ്ടു ചെല്ലുമ്പോൾ ഭയങ്കര ബോറടി പോലെയായിരുന്നു ചേട്ടൻ പറയാറ്. ഈ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്താണെന്നുള്ളൊരു ഇതായിരുന്നു ആൾക്ക്. പക്ഷേ പിന്നീട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാചകങ്ങൾ ആ വചനം ഞങ്ങൾ എല്ലാ ദിവസവും ചേട്ടൻ്റെ അടുത്തിരുന്ന് വായിച്ച് കേൾപ്പിക്കുകയും കിഡ്നിയുടെ ഭാഗത്തായിട്ട് കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ ചേട്ടന് കുറച്ചുകൂടെ വിശ്വാസം വന്നു, കുറച്ചും കൂടി ശരീരത്തിനൊക്കെ ഒരു മാറ്റം വന്നു. അല്ലെങ്കിൽ ഒരുപാട് നീര് വെച്ച് മുഖച്ചായ തന്നെ മാറിപ്പോകുമായിരുന്നു. പിന്നെ കാലൊക്കെ നീര് വെച്ചുകൊണ്ട് നടക്കാൻ തന്നെ വലിയ പ്രയാസമായിരുന്നു. അതൊക്കെ മാറി ശ്വാസമുട്ടലൊക്കെ കുറച്ച് കുറഞ്ഞു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ചേട്ടനും കുറച്ചുകൂടെ വിശ്വാസമായി. ഞങ്ങളുടെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥനയ്ക്ക് കുറച്ച് നേരമൊക്കെ പങ്കെടുക്കും. അങ്ങനെയായി പിന്നെ കുറച്ചുകൂടെ കൂടുതൽ നേരെ ഇരിക്കാൻ തുടങ്ങി. ഇന്നിപ്പോൾ
ചേട്ടനാണ് ഏറ്റവും ആദ്യം പിള്ളേരെ വിളിച്ച് വന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആദ്യമേ തന്നെ പായ വിരിക്കുന്നതും പ്രാർത്ഥിക്കാൻ വേണ്ടി മുൻകൈ എടുക്കുന്നതും ചേട്ടൻ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ അന്നൊക്കെ ലേറ്റായിട്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കാരണം ഞാൻ കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ വീട്ടിലെത്തുമ്പോഴത്തേക്കും തന്നെ ഒത്തിരി നേട്ടകാലൊക്കെ ആവുമായിരുന്നു. അതിനുശേഷമൊക്കെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. എത്ര വൈകിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കാതെ കിടക്കില്ല, എല്ലാ പ്രാർത്ഥനയും ഞങ്ങൾ ചൊല്ലുമായിരുന്നു. പക്ഷെ അപ്പോഴും എനിക്ക് കാരുണ്യപ്രവൃത്തി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷമമായിരുന്നു. പക്ഷേ ഞങ്ങൾ ചേട്ടൻ കുറച്ച് ബെറ്ററായി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 4 കിലോമീറ്ററൊക്കെ ദൂരത്തിലാണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ. അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ടുപോയിട്ട് പൊതിച്ചോറ് കെട്ടി കൊടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും മോളും ചേട്ടനും കൂടെ പോയിട്ട് അങ്ങനെ അത് മാത്രം ഞങ്ങൾ അത്ര ഇതായിട്ട് ചെയ്തുള്ളൂ. പിന്നെ നമുക്ക് അറിയാവുന്ന നമ്മുടെ മുന്നിൽ വരുന്ന ആളുകൾക്ക് നമ്മളെ കൊണ്ടാവുന്നത് എന്തെങ്കിലും ചെയ്യുന്നല്ലാതെ അതിൽ കൂടുതലൊന്നും ചെയ്യാനായിട്ട് എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അതെനിക്കൊരു വിഷമം തന്നെയായിരുന്നു. മാതാവേ, ഞാനിത് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ശരിക്കും അനുഗ്രഹം അച്ഛൻ ഇവിടെ പറയുന്ന പോലെ അടിച്ചു മാറ്റുന്ന പോലെയാണല്ലോ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എൻ്റെ അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ പലരും എന്നോട് പറയുമായിരുന്നു, എല്ലാം ദൈവത്തിന് അറിയാമല്ലോ, നിൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടല്ലേ. പക്ഷേ മനസ്സുകൊണ്ട് എനിക്കൊരു തൃപ്തിയില്ലായിരുന്നു. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഒരുപാട് ദേഷ്യപ്പെടുന്ന, പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമായിരുന്നു എനിക്ക്. അപ്പോൾ അത് എനിക്ക് പൂർണ്ണമായിട്ട് മാറണം. ഞങ്ങളുടെ ജീവിത വിശുദ്ധീകരണം ഞങ്ങൾക്ക് ഒത്തിരി അത്യാവശ്യമാണെന്ന് തോന്നി. ഈ അസുഖം മുറിച്ചിരുന്ന സമയത്തെല്ലാം ചേട്ടന് ഒരുപാട് ഭയങ്കര ദേഷ്യമായിരുന്നു. പിള്ളേരെ എല്ലാം അടിക്കുകയും പിള്ളേരോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും ആരോട് സംസാരിക്കില്ല, അങ്ങനത്തെ ഒരു നേച്ചറായി മാറി. അപ്പോൾ പിള്ളേർ തന്നെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, അമ്മേ ഇത്രയധികം ബുദ്ധിമുട്ടും ഞങ്ങൾ കാരണമാണോ അച്ഛനിങ്ങനെ വന്നത്, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനിയും ജീവിക്കണ്ട, ഞങ്ങളെയും കൊന്നു കളഞ്ഞേക്കാം, നമുക്കിനി എന്തായാലും മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മരിച്ചേക്കാം, എന്തായാലും അച്ഛായി മരിക്കും, നമുക്കും കൂടെ മരിച്ചേക്കാം എന്നായിരുന്നു എൻ്റെ മൂത്ത കൊച്ചു എന്നോട് പറഞ്ഞത്. എനിക്ക് സഹിക്കാൻ പറ്റാവുന്ന അതിൽ അധികമായിരുന്നു. അപ്പോൾ കൊച്ചിന് എക്സാം നടക്കുന്നതൊന്നും കൊച്ച് പഠിക്കുന്നുമില്ല, ഒന്നുമില്ല. കാരണം വീട്ടിലെല്ലാവരും വന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇങ്ങനെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. കൊച്ചിനെ ഒട്ടും പഠിപ്പിക്കാനോ ശ്രദ്ധിക്കാനോ ഒന്നും പറ്റുന്നില്ല. ആ സമയമായപ്പോഴത്തേക്ക് അങ്ങനെ എക്സാമിൻ്റെ സമയത്തും ഞങ്ങൾ അവളെയും ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഭയങ്കര അത്യുജ്വല വിജയമൊന്നും ആയിരുന്നില്ലെങ്കിലും അവൾക്ക് മാതാവ് അവളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ആഗ്രഹം VHSC ഡയറി സയൻസ് ആയിട്ട് പഠിക്കണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ എല്ലാവരും ചോദിച്ചു CBSE തന്നെ ചേർക്ക്, കാരണം ഈ മാർക്ക് പിന്നെയും സ്റ്റേറ്റിലോട്ടാകുമ്പോഴത്തേക്കും കട്ട് ചെയ്യും, പിന്നെ അഡ്മിഷൻ കിട്ടാൻ പാടാകും, നിങ്ങൾ ലാസ്റ്റ് വരെ നോക്കിയിരുന്ന അഡ്മിഷൻ കിട്ടത്തില്ല എന്ന്. പക്ഷെ അപ്പോഴും ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അത് ഉടമ്പടിയിൽ വെച്ചിരുന്നു, എൻ്റെ കൊച്ചിന് ഇഷ്ടപ്പെട്ട കോഴ്സ് തന്നെ കിട്ടണമെന്ന്. അങ്ങനെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊരു ടൗണിലാണ്, ദൂരെയുള്ള ടൗണിലാണ് കിട്ടിയത്, മൂവാറ്റുപുഴയിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു വീടിനടുത്ത് കിട്ടണമെന്ന്. അത് മാതാവ് ഞങ്ങൾക്ക് സാധിച്ചു തന്നു. വീടിന് തൊട്ടടുത്തുള്ള ഒരു 2 കിലോമീറ്ററിനുള്ളിലുള്ള സ്ഥലത്ത് തന്നെ അങ്ങനെ കൊച്ചിന് അവിടെ അഡ്മിഷൻ ശരിയായി കിട്ടി. പിന്നെ ചേട്ടന് കുറച്ചും കൂടി ബെറ്ററായി വന്ന് ഇതായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ അടുത്ത സാമ്പത്തിക സ്ഥിതിക്ക് എന്താണെന്നുള്ളൊരു മാർഗവും ഞങ്ങൾ കാണാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആ ഷോപ്പിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ആകാതെ നിന്നതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, റൂമിൻ്റെ ഓണർ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഷട്ടർ ഇട്ടിട്ട് താക്കോൽ തന്ന് നിങ്ങൾ ഈ മാസത്തെ വാടകയിൽ നിന്ന് ഒഴിവായിക്കോളാൻ. പക്ഷേ അവർക്കൊരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് പറ്റില്ല. കാരണം എൻ്റെ ഗോൾഡും ഞങ്ങളുടെ ആധാരവും ഇതൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ലോൺ എടുത്തിട്ടുള്ളത്. അപ്പം ഞങ്ങൾക്കത് പെട്ടെന്ന് ഒരു വാക്കിൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞിറങ്ങി ഞങ്ങളിത് എന്ത് ചെയ്യും എന്നും ഞങ്ങൾക്കറിയില്ല. അപ്പോൾ അതും ഞങ്ങളിത് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ഞങ്ങളുടെ വീടിന് തൊട്ട് അടുത്തുള്ള ടൗൺ കുറുപ്പമ്പടി, അവിടെ ഞങ്ങൾക്കൊരു റൂം കിട്ടുക എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന കാര്യമല്ലായിരുന്നു. കാരണം അവിടെ 20,000 രൂപയൊക്കെ റെൻറ്റ് കൊടുക്കുകയും 2-3 ലക്ഷം രൂപ സെക്യൂരിറ്റിയും കൊടുക്കാതെ കിട്ടത്തില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യും? ഞങ്ങൾക്കാണെങ്കിൽ അന്വേഷിച്ച് ഇറങ്ങി നടക്കാനാണെങ്കിൽ ചേട്ടന് ഒത്തിരി ആരോഗ്യമില്ല, എന്ത് ചെയ്യും എന്നറിയാതെ ഞങ്ങൾ വീണ്ടും മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ തന്നെ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ആൾ പറഞ്ഞിട്ട് ഞാൻ ഉടമ്പടി നൊവേന എനിക്ക് സെൻഡ് ചെയ്തു തന്നു. അങ്ങനെ ഞാൻ 9 ദിവസത്തെ നൊവേന പ്രാർത്ഥനയും കൂടെ ഇതിൻ്റെ കൂടെ ചൊല്ലാം എന്ന് കരുതിയിരുന്നപ്പോഴത്തേനും ഞാൻ ആ ഫ്രണ്ട് എന്നോട് പറഞ്ഞായിരുന്നു, 4 അല്ലെങ്കിൽ 5-ാമത്തെ ദിവസം ഇതിനൊരു പരിഹാരം കാണിച്ചു തരുന്ന ജോസഫ് അച്ഛൻ അത്ര ഉറപ്പ് പറയുന്ന പ്രാർത്ഥനയാണ്, നീ വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഞാനും എൻ്റെ കുടുംബവും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഞങ്ങൾ 2 ദിവസം പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ പായിട്ടിരുന്നപ്പോഴത്തേക്കും തന്നെ ഫോണിലൊരു മെസ്സേജ് വന്നു. കൊച്ചു പറഞ്ഞു, അമ്മ ഒരു മെസ്സേജ് വന്നിരിക്കുന്നു, അറിയില്ലാത്ത നമ്പറാണ് നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒരു പരിചയം മാത്രം ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് ആണ് എനിക്കൊരു മെസ്സേജ് അയച്ചത്, നിങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു റൂമുണ്ട്, പോയി അന്വേഷിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ചേട്ടൻ അറിയുന്നൊരു വ്യക്തിയായിരുന്നു. പിന്നെ ചേട്ടൻ തന്നെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് ഇനി ഇതിൽ കൂടുതൽ എനിക്ക് റെൻറ്റ് പറ്റില്ല, ഒരു 10 അതിനുള്ളിലുള്ളതായിരിക്കണേ എന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും എനിക്ക് ഷിഫ്റ്റ് ചെയ്യാൻ എന്താണെന്നൊന്നും എനിക്കറിയില്ല. കാരണം ശാരീരികമായി ചേട്ടനെ കൊണ്ട് വയ്യ, എനിക്ക് ആരും വന്ന് സഹായിക്കാനില്ല, എനിക്ക് ഒട്ടും വയ്യ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ കരയാതെ നിൽക്കുന്നത് മാതാവ് തന്ന ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. എനിക്ക് പെട്ടെന്ന് തന്നെ ഞാൻ വല്ലാതെ തളർന്നു പോകുന്ന ഒരാളാണ്. ചേട്ടൻ മാത്രമായിരുന്നു എൻ്റെ ധൈര്യം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് തളർന്നു പോയതും. കാരണം എൻ്റെ അച്ഛനും അമ്മയൊക്കെ എനിക്കുണ്ടെങ്കിലും എൻ്റെ അച്ഛൻ ഞാനുമായിട്ടൊന്നും ഒരു അത്ര
എല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ചെറുപ്പം മുതലേ തന്നെ എനിക്ക് പിന്നെ അച്ഛൻ്റെ സഹോദരങ്ങൾ, അമ്മയുടെ സഹോദരങ്ങൾ അങ്ങനെയൊന്നും ആരുമില്ല. അപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. അപ്പോൾ പുള്ളിയില്ലാത്തൊരു ലോകം എനിക്ക് ചിന്തിക്കാൻ വയ്യ. എനിക്ക് പിന്നെ മുന്നോട്ട് എങ്ങനെ പോകുമെന്നും എനിക്കറിയില്ല. ആളില്ലാതെ എനിക്ക് ഒരു കാര്യം നടത്തിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ധൈര്യവും ഇല്ല. കാര്യം എൻ്റെ വീട്ടിൽ 2 പെൺകുട്ടികളായതുകൊണ്ട്, ഞാൻ മൂത്തതും ആയതുകൊണ്ട് അതുവരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാ കാര്യങ്ങളും എൻ്റെ കല്യാണത്തിന് പോലും ഞാൻ തന്നെയായിരുന്നു, ഞാനും അനിയത്തിയും കൂടെ എൻ്റെ കല്യാണ കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ അന്നൊക്കെ ഒരു ധൈര്യം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 18 വർഷമായി ഞാൻ ചേട്ടൻ്റെ പിന്നിൽ നിന്നുള്ള കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് എൻ്റെ ധൈര്യമൊക്കെ പോയി. എനിക്ക് തന്നെത്താനെ ഒരു ബാങ്കിൽ പോയി ഒരു കാര്യം പോലും ചെയ്യാനൊന്നും ഇന്ന് അതിനുള്ള കഴിവൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതൊക്കെ എന്നാ ചെയ്യുമെന്ന് എനിക്ക് നല്ല പേടിയായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് ഞങ്ങൾക്ക് ഉറങ്ങാനേ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ സമയം കാലം ഒന്നും നോക്കിയില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെ ഉള്ള അമ്മച്ചിമാരെ കാണുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇവിടെ ഈ റൂം കിട്ടി. അതും 7000 രൂപ റെൻറ്റിന് എനിക്ക് ആ റൂം മാതാവ് എനിക്ക് ശരിയാക്കി തന്നു. അപ്പോഴും ഞങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് പൈസയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഫ്രണ്ട്സ് സഹായിച്ചും അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതേസമയം വരെ എന്ന് വെച്ചാൽ ചേട്ടൻ ഹെവി ആയിട്ടുള്ള വണ്ടി ഓടിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ചേട്ടൻ ആദ്യമായിട്ട് ആ സമയത്ത് ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടിയത് അനുഗ്രഹങ്ങളും വെറുതെ അനുഗ്രഹങ്ങളല്ല, ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ വലിയ കൃപ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ഒഴുക്കിയത്. അല്ലെങ്കിൽ എൻ്റെ ചേട്ടൻ മരിച്ചു എന്ന് എല്ലാവരും, ഇവരുടെ സഹോദരങ്ങളെല്ലാം, നാട്ടുകാരും ടൗണിൽ വർഷങ്ങളായിട്ട് കച്ചവടം നടത്തുന്നതുകൊണ്ട് എല്ലാവരും അതിനുശേഷം ഞാൻ പുറത്തിറങ്ങിയപ്പോൾ എന്നോട് ഓരോരുത്തരും പറഞ്ഞത്, നിൻ്റെ കണ്ണീര് കൃപാസന പത്രമൊക്കെ കൊടുക്കുമ്പോൾ അവർക്കറിയാം മാതാവിൻ്റെ അടുത്ത് നീ ഇട്ട കണ്ണീര് മാതാവ് കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും അവൻ മരിച്ചു എന്നുള്ള വാർത്ത അതായിരിക്കും ഇനി പറയുന്നേ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്ന ഒരു സമയമായിരുന്നു. ഒരിക്കലും ഇത് ഞങ്ങൾ വിചാരിച്ചതല്ല അവൻ ടൗണിൽ കൂടെ വണ്ടി ഓടിച്ച് വരും എന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേട്ടൻ ടെമ്പോയൊക്കെ ഓടിച്ച് ഞങ്ങൾ കാലടി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനും എല്ലാ കാര്യത്തിനും. അപ്പോഴാണ് ചേട്ടൻ പിന്നീട് ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഷോപ്പെല്ലാം പക്ഷെ അപ്പോഴും ഞാൻ ആദ്യത്തെ ഷോപ്പ് തുടങ്ങിയ സമയത്താണെങ്കിലും എനിക്ക് അധികം ബൈബിൾ വാക്യങ്ങളൊന്നും എനിക്ക് അറിയില്ലെങ്കിലും ഞാൻ ഒത്തിരി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഞാൻ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-3 വചനങ്ങൾ ഞാനിങ്ങനെ എപ്പോഴും ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ ഓടിക്കുകയും ഇരുമ്പോടാമ്പൽ ഓടിക്കുകയും ചെയ്യുന്ന ആ വചനം ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരുന്നു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും എന്നെ ദൈവം കൈവിടില്ല എന്ന്. അപ്പോഴും എനിക്ക് ആരോടും ആലോചന ചോദിക്കാനില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ തന്നെ 12 മണി കഴിഞ്ഞ ശേഷം എല്ലാവരും ഉറങ്ങിയിട്ട് മെഴുതിരി വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് കർത്താവ് എനിക്കൊരു വഴി കാണിച്ചു തന്നെ. അപ്പം എൻ്റെ ഞാൻ PSC എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3 ലിസ്റ്റിലുണ്ട്. അപ്പോൾ അത് കിട്ടുമല്ലോ എന്ന് എനിക്ക് അറിയില്ല. ഞാൻ അതിന് കാത്തിരിക്കണോ, അതോ ഞാൻ ഒരു പ്രൈവറ്റ് ജോലി എനിക്ക് കിട്ടുമോ, അതോ ഞാൻ കട തുടങ്ങണോ, എന്താണെന്നുള്ളതെല്ലാം ഞാൻ കർത്താവിന് മുമ്പ് എഴുതിയിട്ടപ്പോൾ എനിക്ക് തിരിയുടെ മുമ്പിൽ കിട്ടിയത് ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കർത്താവിൻ്റെ തീരുമാനം കൊണ്ടാണല്ലോ, അപ്പോൾ ഇത് തെറ്റില്ല എന്നൊരു ധാരണയായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് അവിടെ ആ കട ഞാൻ വെഞ്ചരിച്ചാണ് തുടങ്ങിയത്. ഹിന്ദുസ് ആണെങ്കിൽ ഞാൻ വെഞ്ചരിച്ച് അച്ഛനെ കൊണ്ട് വെഞ്ചരിപ്പിച്ചാണ് തുടങ്ങിയത്. പക്ഷേ അതെനിക്ക് അത് അങ്ങനെയായി ക്ലോസ് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഞാൻ രണ്ടാമത് വിശ്വാസം കൈവിട്ടില്ല. ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് അച്ഛനെ കണ്ട് ഒരു ഇനിയും പാളി പോകരുതല്ലോ എന്ന് കരുതി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഇങ്ങനെ ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്കൊരു ഉള്ളിയും തോന്നി അച്ഛനെ ഒന്ന് കണ്ടായിരുന്നെന്ന്. പക്ഷേ എനിക്ക് ഡോക്യുമെൻറ്റ്സ് കാണിക്കാനൊന്നും എൻ്റെ കയ്യിലില്ല. അപ്പം ഞാൻ വെറുതെ ഒരു ഉൾപ്രേരണയാൽ അവിടെ പോയി മാനേജറിൻ്റെ അവിടെ പോയി ഞാൻ വെറുതെ ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതായിരിക്കുമല്ലോ മാനേജർ അച്ചായൻ ഇങ്ങനെ ഒരുപാട് ചൂടായി സംസാരിക്കും, പക്ഷെ എന്നാൽ ആൾ പെട്ടെന്ന് തന്നെ കൂളായിട്ടും സംസാരിക്കും. അപ്പം ഞാൻ അവിടെ പോയി വെറുതെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മാതാവിൻ്റെ രൂപത്തെ നോക്കി ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്ക് അച്ഛനിലൂടെ എനിക്കൊന്ന് ഒരു മെസ്സേജ് കിട്ടിയാൽ കൊള്ളായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും? ഞാൻ അച്ഛനെ കാണാനാണ്, എന്നോട് മാതാവ് ഇന്ന് സംസാരിക്കും എന്നുള്ളതാണെങ്കിൽ എനിക്ക് അച്ഛനെ ഇന്ന് കാണാനായിട്ടുള്ള സാഹചര്യം മാതാവ് തന്നെ ഒരുക്കി തരുമെന്ന്. ഭയങ്കര അത്ഭുതം എന്ന് പറയാം. കണ്ണൂരിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞ് 3 അമ്മച്ചിമാർ അവിടെ വരികയും എൻ്റെ അടുത്ത് ചോദിച്ചു എന്താ കാര്യം എന്ന്. പക്ഷേ ആ സമയത്ത് എനിക്ക് സങ്കടം കൊണ്ട് എനിക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു നീ ഒന്നും പറയണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനെ കാണാനാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ മാനേജർ എന്നോട് ചോദിച്ചു എന്താടി നിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ അപ്പോഴും എനിക്കൊന്നും പറയാൻ
പറ്റുന്നില്ല. അപ്പം കരയും. അപ്പം നീ കരയിലെവിടെ നിന്ന് നിന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞാലല്ലേ അറിയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തതാന്നൊക്കെ ആൾക്കാർ കരുതി, നീ പറയടി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ട് പറഞ്ഞപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു, ഇവളുടെ സങ്കടം കണ്ടിട്ട് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല, പക്ഷേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്തു കൊടുക്കാവോ എന്ന് ചോദിച്ചു. അപ്പം മാനേജർ പറഞ്ഞു, നിങ്ങളാരും റെക്കമെൻഡ് ചെയ്തില്ലെങ്കിലും ഞാൻ അവൾക്ക് ഒരു ചീട്ട് ഇവിടുന്ന് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി അവസാനത്തെ ആളായിട്ട് ഞാൻ കണ്ടിട്ട് പോകോളാം, പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളൂ. അപ്പോഴത്തേക്കാണ് എനിക്ക് BP കുറഞ്ഞു പോകുന്ന ഒരു ബുദ്ധിമുട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാത്തതുകൊണ്ടും എനിക്ക് മൈഗ്രെയിനും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അടി വെച്ച് നടക്കാൻ പോലും എന്നെ കൊണ്ട് വയ്യ. ഞാൻ ഒറ്റയ്ക്കാണ് വന്നേക്കുന്നതും. വെളുപ്പിന് ഞാൻ വീട്ടിൽ നിന്ന് 5 മണിയായപ്പം പോകുന്നതുമാണ്. അപ്പം ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു, ചീട്ട് തന്നു. ഞാൻ ലാസ്റ്റത്തെ ചാൻസിലാണ് അച്ഛനെ വന്ന് കണ്ടത്. അപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു, നിനക്കത് വിൽക്കണമെന്നാണോ അതോ ഇത് നടത്തിക്കൊണ്ട് പോകണമെന്നാണ്, അങ്ങനെയെങ്കിൽ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ എനിക്കിത് എങ്ങനെയായാലും കുഴപ്പമില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഈ പ്രായമായി, ഇനി എനിക്ക് വേറെ സ്ഥലത്ത് ജോലി കിട്ടുക എന്ന് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഹസ്ബൻഡിനാണെങ്കിൽ ഇത് തുടരണമെന്നാണ് ആഗ്രഹം. കാരണം ഞങ്ങൾക്ക് വേറൊരു സോഴ്സ് ഇല്ല ജീവിച്ചു പോകാനായിട്ട്. ഹസ്ബൻഡ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമാണെങ്കിൽ ഞങ്ങൾക്ക് ഡയാലിസിസ് ചെയ്യാൻ 2 ഡയാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിലും ചേട്ടൻ അത് പോരാ, 3 എണ്ണം വേണം. അതുകൊണ്ട് തന്നെ ആൾ ചെയ്യുന്നുണ്ടെങ്കിലും ജീവൻ നിലനിൽക്കുന്നതല്ലാതെ ചേട്ടനെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ അതും ഒരു പ്രശ്നമായിരുന്നു. അതും ഞാൻ ഈ നിയോഗ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെ 5-ാം ദിവസം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ അവിടെ തന്നെ ഉള്ളതാണ്, പക്ഷെ ഞങ്ങൾക്ക് അവരെ അറിയത്തില്ലായിരുന്നു. മോളുടെ ഒരു ഫ്രണ്ട് വഴി ആ ഒരു അമ്മച്ചി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ ഫ്രണ്ട് ഒരു ഡയാലിസിസ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തേക്കൊരു പാലിയേറ്റീവ് കെയർ, അവിടെ 2 പേരെ ആയിട്ടുള്ളൂ, 3ാമത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് നമ്പർ തന്നു. ഞങ്ങൾ അവരെ വിളിച്ചു കോൺടാക്ട് ചെയ്തു. ഞങ്ങളോട് അടുത്ത ദിവസം തന്നെ വരാൻ പറഞ്ഞു. എല്ലാ ചെക്കപ്പും കഴിഞ്ഞു. ഞങ്ങൾക്ക് ഒരു പൈസ പോലും കൊടുക്കാതെ അവിടെ ഞങ്ങൾക്ക് ആഴ്ചയിൽ 3 ഡയാലിസിസും മാതാവ് ഞങ്ങൾക്ക് സെറ്റ് ചെയ്തു തന്നു. അങ്ങനെ ഞങ്ങൾക്ക് വലിയൊരു ബാധ്യത കോലഞ്ചേരിയിൽ കൊടുത്തിട്ടുണ്ട്. കാരണം 2000 രൂപ വെച്ച് വേണമായിരുന്നു ഞങ്ങൾക്ക് ഒരു തവണ ഡയാലിസിസ് ചെയ്യാൻ പോകുമ്പോൾ. അങ്ങനെ ആഴ്ചയിൽ 3 ദിവസവും വണ്ടിക്കാശും കൂടി ആകുമ്പോൾ ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഡയാലിസിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒത്തിരി പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്ക് മാതാവ് സെറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്കത് വളരെ വലിയ ആശ്വാസമായി. അപ്പോഴത്തേക്കും പിന്നെ റൂമും ശരിയാക്കി കിട്ടിയായിരുന്നു. അപ്പോൾ അച്ഛനോട് ഞാൻ പറഞ്ഞു, റൂമൊന്നും കിട്ടിയിട്ടുണ്ട്, പക്ഷേ എനിക്ക് ദൈവഹിതം എന്താണെന്ന് അറിയുന്നില്ല, അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു കാശുരൂപം തരാം, നീ അത് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് തുടങ്ങിക്കോ, ഒരു ദോഷമല്ല, നീ തിരിച്ചു വന്ന് സാക്ഷ്യം പറയണമെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. രാത്രി ഒരുപാട് വൈകി. ഞാൻ വീട്ടിൽ എത്തിയപ്പോൾ 11 മണിയായി സമയം. ഞാൻ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. രാത്രി ചേട്ടൻ വിളിക്കാൻ പെരുമ്പാവൂർ ടൗൺ വരെ വരികയും ചെയ്തു. ആ ഒരു സമയമായപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്തെന്ന് ഞങ്ങൾ ജനുവരി 9-ാം തീയതി ആ കട കുറുപ്പമ്പടിയിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങളുടെ വീടിൽ നിന്ന് 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ. അങ്ങനെ ഒരിടത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഒരു വരുമാനം ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഞങ്ങളിപ്പോൾ തുടങ്ങിയിട്ട് 4 മാസം ആയുള്ളൂ. എങ്കിലും മാതാവിൻ്റെ ഉപ്പ് ഞാൻ അവിടെ വിതറുമായിരുന്നു. ഇതുപോലെ തന്നെ ഞാൻ ഈ കട തുടങ്ങുന്നതിന് തലേ ദിവസം അടുത്തുള്ള പള്ളിയിലെ അച്ഛനെ വിളിച്ച് വെഞ്ചരിപ്പിച്ച് എല്ലാം ചെയ്തിട്ടാണ് തുടങ്ങിയ. കാശുരൂപം ഇട്ടിട്ടാണ് അതിൻ്റെ തറയുടെ പണി പോലും ഞാൻ ആരംഭിച്ചത്. പിന്നെ ഒരു ബൈബിൾ അവിടെ കൊണ്ടുവച്ചു, മാതാവിൻ്റെ കാശുരൂപം അവിടെ പ്രതിഷ്ഠിച്ചു. അങ്ങനെ ഞങ്ങൾ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും പ്രത്യക്ഷീണ പ്രാർത്ഥന ചൊല്ലി എല്ലാ ഇതും ചെയ്ത് അങ്ങനെ ശരിയായി വന്നു. പിന്നെ എൻ്റെ അനിയത്തിയും ഞാനുമായിട്ട് അത്ര കണക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലായിരുന്നു. ജീവിത സാഹചര്യങ്ങൾ മൂലം അവരുടെയും സാമ്പത്തിക സ്ഥിതി ഒരുപാട് വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ അവർ 2 പേരും IT ഫീൽഡാണ്, അവർ ബാംഗ്ലൂരാണ് സെറ്റിൽഡാണ്. അപ്പോൾ അവർ അത്ര വലിയ കണക്ഷനൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഒരു ബുദ്ധിമുട്ടുകളൊന്നും നിങ്ങൾ ആരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സമയത്ത് ഞങ്ങൾക്ക് മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഒരു ഹെൽപ്പ് കിട്ടി. പിന്നെ ചേട്ടന് ഒത്തിരി ആൾക്കാരെ പൈസ ഉള്ള സമയത്ത് ഹെൽപ്പ് ചെയ്യാൻ മനസ്സൊക്കെ ഉള്ള ആളായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിലധികമായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക സഹായങ്ങളും സുഹൃത്തുക്കൾ വഴിയും ഒക്കെ ആയിട്ട് അങ്ങനെ കിട്ടി. അങ്ങനെ ഞങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് പിടിച്ച് നിൽക്കാറായി. അങ്ങനെ ഇപ്പോൾ കട തുടങ്ങി. അവിടെ ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ച് ഒരുപാടൊന്നും ഞങ്ങൾക്ക് സമ്പാദിക്കാനൊന്നും അല്ല ഞങ്ങൾ ചോദിച്ചത്. ഞങ്ങളുടെ കാര്യങ്ങൾ കടം വാങ്ങാതെ എല്ലാം കഴിഞ്ഞു പോകണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത്. അതൊക്കെ ഏകദേശം മാതാവ് പടിപടിയായി ഞങ്ങളെ അവിടെയും അനുഗ്രഹിച്ചു വരുന്നു. പിന്നെ എൻ്റെ അനിയത്തി ഈ ഒരു സന്ദർഭത്തിൽ ഞങ്ങളുടെ അന്വേഷിച്ച് വരാനും എന്നെ ഇപ്പോൾ സാമ്പത്തികമായി സഹായിക്കാനും മാനസികമായി ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യും. കാരണം ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്നെ ഒത്തിരി സമാധാനിപ്പിക്കുകയും ഒത്തിരി സമാധാനത്തിൽ കടന്നു പോകുന്നു. ഇപ്പോൾ പണ്ടൊന്നും ഒരിക്കലും അങ്ങനെ വിളിക്കാറില്ലാത്ത ആൾ ഡെയിലി മെസ്സേജ് അയക്കുന്നു. അല്ലെങ്കിൽ വിളിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ മെസ്സേജ് അയക്കും, വിളിക്കും, അന്വേഷിക്കും, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം എന്ന് പറയും. എൻ്റെ പിള്ളേരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ചെലവും കാര്യങ്ങളും എല്ലാം 2 പേരും CBSE ആയിരുന്നു. ഒരാൾ CBSE കഴിഞ്ഞു, VHSE ആണ്.
രണ്ടാമത്തെ ആൾ 9ാം ക്ലാസ്സിലോട്ടായി. 8ാം ക്ലാസ്സിലെ ചിലവെല്ലാം അവൾ തന്നെയായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോഴും ഞങ്ങൾ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴും സ്കൂളുകാരും പറഞ്ഞു ഞങ്ങൾ ആവുന്നത് ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ അനിയത്തിയാണെങ്കിലും പറഞ്ഞു ആ കാര്യങ്ങളെല്ലാം അവൾ സെറ്റിൽ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് അതും ശരിയായി. പിന്നെ ഞങ്ങൾ 2 പെൺമക്കളാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പിന്നെ എൻ്റെ അമ്മയാണെങ്കിലും അങ്ങനെ ഞങ്ങളെ ഒരു അമ്മ എന്നുള്ള നിലയ്ക്കൊന്നും അമ്മയ്ക്ക് അങ്ങനെ കടമകൾ എന്താ അങ്ങനെ എന്താ ഒന്നും ചെയ്യാനൊന്നും അമ്മയ്ക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയോടും എനിക്ക് അത്ര ഒരു മാനസിക അടുപ്പം ഉണ്ടായിരുന്നില്ല. അത് അമ്മേനെ കൊണ്ടാണ് ഞാൻ ഇവിടെ അധികം പറയാൻ വിട്ടുപോയി. ചേട്ടന് ഞാൻ ആദ്യത്തെ ഉടമ്പടി എടുത്ത് 1.5 മാസം കഴിഞ്ഞപ്പോൾ ചേട്ടനെയും കൊണ്ട് ഞാൻ ഇവിടെ വന്നു. അച്ഛനെ കാണാൻ അവസരം കിട്ടി. അച്ഛൻ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അന്നേരം ചേട്ടനെ വീൽ ചെയറിലാണ് കൊണ്ടുവന്നത്. പുറത്തവിടെയാണ് ഇരുത്തിയത്. അച്ഛൻ അവിടെ വന്ന് വിശ്വാസപ്രമാണം ചൊല്ലിക്കോളാൻ പറഞ്ഞു. അങ്ങനെ സൈത്ത് പൂശി പ്രാർത്ഥിച്ചു. അതോടുകൂടി ചേട്ടന് ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അത് പറയാൻ വിട്ടുപോയി, ക്ഷമിക്കണം. അതിലൂടെ അച്ഛൻ്റെ കൈവയ്പ്പ് പ്രാർത്ഥനയുടെ ഒത്തിരി മാറ്റങ്ങൾ വന്നിരുന്നു. അങ്ങനെ ചേട്ടൻ്റെ കാര്യം ഒരുവിധം ഒന്ന് മാറി. പിന്നെ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ അല്ലാതെ ഇതിന് ഒരു മാറ്റം എന്ന് പറയാനായിട്ടില്ല എന്നുള്ള സത്യം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ മാതാവ് ഇപ്പോൾ തന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തന്നെയാണ് ഉള്ളത്. അങ്ങനെ അമ്മയും കൊണ്ടാണ് ആ ചേട്ടനെ കാണിക്കാൻ വേണ്ടി ഇവിടെ വന്നത്. പക്ഷെ അമ്മ അങ്ങനെ വിശ്വാസമുള്ള വ്യക്തിയേ അല്ല. പക്ഷേ ഇവിടെ നിന്ന് പോയി വീട്ടിൽ ചെന്ന് അത്രയും ദൂരം കാറിലിരുന്ന അമ്മ പലതും ആലോചിച്ചു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അരമണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് തരാനുള്ള ഷെയർ ഞാൻ എഴുതി തരാം എന്നുള്ള കാര്യം അമ്മ പറഞ്ഞു. ഞങ്ങളൊരു ജൂൺ 5-ാം തീയതിയാണ് ഇവിടെ വന്നത്. അടുത്ത ജൂലൈ 5-ാം തീയതി അതെനിക്ക് അനിയത്തിയും പറഞ്ഞു എനിക്ക് എൻ്റെ വീതം വേണ്ട എന്ന് പറഞ്ഞിട്ട് അനിയത്തിയുടെ അമ്മയുടെയും കൂടി മൊത്തം ആ വീടും സ്ഥലവും എല്ലാം കൂടെ എനിക്ക് തീരാധാരം തന്നെ ചെയ്ത് അമ്മ തരാനും ഇടയായി. അതും മാതാവ് ഒരുപാട് വഴികൾ അസ്തമിക്കുകയും അവന് മുൻപിൽ വഴികൾ ഇല്ലാതാവുകയും ചെയ്യുമ്പോൾ തെളിയുന്ന പുതിയ വഴികളാണ് ഉടമ്പടിയുടേത്. ഇസ്രായേൽ ജനതയുടെ വാഗ്ദാന നാട് തേടിയുള്ള യാത്രയിൽ അവർക്ക് മുമ്പിൽ ഒത്തിരിയേറെ പ്രതിബന്ധങ്ങളുണ്ടായിരുന്നു. അവർക്ക് ജോർദാൻ നദി വറ്റിച്ച് അങ്ങനെ വേണം അവർക്ക് അക്കരെ കടക്കുവാൻ. പിന്നീട് ജെറീക്കോ കോട്ടയുടെ സൈനിക ശക്തി, അതുപോലെ ശത്രു രാജ്യങ്ങൾ, ഇവിടെയൊക്കെ അവർക്ക് അത് തരണം ചെയ്ത് മുമ്പോട്ട് പോകുവാൻ അവരോടൊപ്പം ഉണ്ടായിരുന്നത് ദൈവത്തിൻ്റെ സാക്ഷ്യപേടകമാണ്. അതായിരുന്നു ദൈവ സാന്നിധ്യത്തിൻ്റെ സ്മരണയിലൂടെയാണ്, ആ ദൈവ സാന്നിധ്യ പേടകവുമായിട്ടാണ് അവർ അതൊക്കെ തരണം ചെയ്യുക. ഇവിടെ അക്രൈസ്തവയായ ഈ സഹോദരി എന്നാൽ ഈ മകളുടെ തീഷ്ണതയും വിശ്വാസവും, അത് എങ്ങനെ ഈ മകളുടെ ഭർത്താവിൻ്റെ അസുഖം, രോഗം മൂർച്ഛിച്ച് കിഡ്നിയൊക്കെ തകരാറിലായി, ഇൻഫെക്ഷൻ ഒത്തിരി കൂടി ഡയാലിസിസ് വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന മകനാണ്. അപ്പോൾ മരണം മാത്രം മുൻപിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥ, വേറെ ആരും സഹായിക്കുവാനില്ല. എല്ലാം നമ്മൾ വിവരിച്ച് കേട്ട് കഴിഞ്ഞതാണ്. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ തൻ്റെ 2 മക്കളെയുമായിട്ട് ഈ അമ്മയ്ക്ക് ഒത്തിരിയേറെ ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട് ജീവിതയാത്രയിൽ. അപ്പോൾ ഈ അമ്മയ്ക്ക് വേറെ ആരും ആശ്രയമില്ല. അപ്പോൾ സത്യദൈവത്തിലേക്ക് ഈ മകൾ അടുക്കുകയാണ്. അങ്ങനെ അമ്മയെയും ഈശോയെയും അറിയുമ്പോൾ മുതൽ ജപമാല പഠിച്ച് അത് ഈ മകൾ പ്രാർത്ഥിക്കുന്നു. തിരുവചനം വീടിൻ്റെ ചുമരിലൊക്കെ എഴുതി ഒട്ടിക്കുന്നു. അങ്ങനെ തൻ്റെ ഹസ്ബൻഡ് എവിടെ നോക്കിയാലും അമ്മയുടെ ഒരു സാന്നിധ്യം, യേശുവിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാകണം എന്ന ഒരു ചിന്തയിൽ ഈ മകൾ അങ്ങനെയാണ് തൻ്റെ ഹസ്ബൻഡിനെ പരിപാലിക്കുക. അങ്ങനെ ആ ഒരു അവസ്ഥയിൽ ഇവിടെ വരുന്നു. വീൽ ചെയറിൽ വന്ന മകനാണ്. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടി പോകുന്നു. പിന്നീട് ഈ മകൻ എങ്ങനെ ഇവിടെ ഇന്ന് നടന്നു വന്ന് ഈ സ്ഥിതിയിൽ നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുക. അതുപോലെ ഇവരുടെ നഷ്ടപ്പെട്ടു പോയ ഷോപ്പ്, അപ്പോൾ ആ ബിസിനസ് തകർന്നു എന്ന് തോന്നുമ്പോൾ വേറൊരു വാതിൽ അവിടെ തുറക്കുകയാണ്, മറ്റൊരു ഷോപ്പ് ഇവർക്ക് കിട്ടുകയാണ്. അതുപോലെ ഈ മകളുടെ വീട്ടിലെ ഷെയറൊക്കെ വർഷങ്ങളായിട്ട് ഈ മകൾക്ക് കിട്ടാത്തത്, അതുമൊക്കെ ഈ മകൾക്ക് ലഭിക്കുന്നു. അങ്ങനെ ഒത്തിരിയേറെ കൃപകളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് ലഭിക്കുക. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം, കരങ്ങൾ അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.